ഹലോ നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഹാപ്പി കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് പ്രേമി എന്ന നിലയിൽ ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരിലേക്കെങ്കിലും അത് എത്തി എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ള ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു TV റിയാലിറ്റി ഷോയിനപ്പുറം നമ്മുടെ നാട്ടിൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ടോക്സിസിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ആഹ്ലാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുള്ള പോലെ എനിക്ക് തോന്നുന്നു. കുറേ ജനങ്ങൾ അതിനെയൊക്കെ ഭയങ്കര തോതിൽ ഇഷ്ടപ്പെട്ട് അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പൂച്ചെണ്ടും പൂമാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് തല്ലി അല്ലെങ്കിൽ ഇടിച്ച് ഒരു ഗുരുതരമായിട്ടുള്ളൊരു ചെറിയ സർജറിയിലേക്ക് വരെ പോകുന്ന രീതിയിലുള്ള ഭയങ്കര ശക്തമായിട്ടുള്ളൊരു പഞ്ച് കൊടുത്തിട്ട് ആ റിയാലിറ്റി ഷോയിൽ നിന്ന് ആള് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നതിന് പകരം ഭയങ്കരമായിട്ട് അതിനെ ആഘോഷിക്കുക, ഭയങ്കരമായിട്ട് അതിനെ അനുമോദിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ഒരു വിരോധാഭാസത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, നിങ്ങൾക്ക് ഇതിനോടുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെയുള്ള ആൾക്കാരാണോ, ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം വേറൊരാളെ കയ്യേറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? എങ്ങനെയാണ് ഇതിന് തോന്നുന്നത്? നല്ല രീതിയിൽ അടികൊണ്ട് വേദന സഹിച്ച് പൊളയുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് നമുക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റാരുമല്ല, സിജോ ആണ് അങ്ങനെയുള്ളൊരു വളരെ വിഷമം തോന്നിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. റോക്കിയാണ് പുറത്തേക്ക് പോവുകയും ചെയ്തത്. പക്ഷെ അവിടെ നടന്നതാവട്ടെ ഭയങ്കരമായിട്ട് റോക്കിക്ക് അഭിനന്ദനവും അനുമോദനവും പൂച്ചെണ്ടും പൂമാലയൊക്കെ നൽകിയിട്ട് റോക്കിയുടെ പ്രവൃത്തിനെ ഇങ്ങനെ ആൾക്കാർ ആഘോഷിക്കുകയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ. പക്ഷെ അതേ സമയത്ത് മറ്റൊരു വ്യക്തി അവിടെ സർജറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും എന്നിട്ട് പോലും ആ വീട്ടിലുള്ള ആൾക്കാരിൽ പലരും സിജോനെ എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ റോക്കിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഭയങ്കര വിരോധാഭാസമാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരാളെ ശാരീരികമായി വേദനിപ്പിക്കുന്നവന് പോലും ഭയങ്കരമായിട്ട് അർഹത അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അംഗീകാരം നേടുന്നൊരു ലോകത്താണോ നമ്മൾ, ഒരു കേരളത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. ഇത് ഈ സീസണിൽ മാത്രമല്ല, ഇതിനു മുമ്പുള്ള പല സീസണിലും ഈ ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന, പെട്ടെന്ന് വളരെ ഒച്ചത്തിൽ സംസാരിക്കുന്ന, വളരെ രീതിയിൽ ടെമ്പർ ആവുന്ന, അലറുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ ജന സപ്പോർട്ടും ആക്രോശവും ആഹ്ലാദവും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമ്മളിങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന ഒരു കണ്ണാടിയായിട്ടാണ് ഞാൻ ബിഗ് ബോസിനെ കാണുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ ആൾക്കാരും സമൂഹത്തിൽ ജീവിക്കുന്ന പല വ്യക്തികളുടെ പ്രതിനിധിയായിട്ടാണ് അതിനകത്തേക്ക് പോയിട്ടുള്ളത്. അപ്പം അവരുടെ ക്യാരക്ടറാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളിൽ പലരും അതുപോലെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ ഒറിജിനലായിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. ഇങ്ങനെയാണോ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെരുമാറുക അല്ലെങ്കിൽ അപ്പോൾ അവർക്കും കൂടുതൽ അതിൽ എന്താ പറയേണ്ടത്, ഒരുപാട് നമ്മളെക്കാളും പ്രതിസന്ധികൾ അവർക്കുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടാവില്ല, മൊബൈൽ ഫോണില്ല, മറ്റുള്ളവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അങ്ങനത്തെയൊക്കെ പ്രതിസന്ധി ഉണ്ട്. എന്നാലും ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവർ ഓവർകം ചെയ്ത് വരുന്നതെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ അറിയാൻ പറ്റുന്നൊരു സ്റ്റേജ് കൂടിയാണ് ബിഗ് ബോസ്. അപ്പം അതിനകത്ത് ഇങ്ങനെ മറ്റൊരാളെ കൈവെക്കാൻ പോലും മടിയില്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പഞ്ചിനെ, ആ ഒരു അടിയെ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മളെങ്കിലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇത്രയധികം
അപ്രീസിയേഷൻ കൊടുത്തിട്ട് നമ്മൾ വളർത്താതിരിക്കുക എന്നാണ് എനിക്ക് എൻ്റെ ഒരു ബിഗ് ബോസ് പ്രേമി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത്. അതിലിപ്പോൾ ടോപ്പ് 5 വരുന്നതാണെങ്കിലും വിൻ ചെയ്യുന്നവരായാലും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം കാഴ്ചവെക്കുന്നവർക്ക് മാത്രം നിങ്ങൾ അംഗീകാരം കൊടുക്കുക എന്നുള്ളൊരു ഭയങ്കര സ്നേഹത്തോടെയുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. സിജോ ഗെയിമറായിട്ടോ അല്ലെങ്കിൽ സിജോ എന്താ പറയേണ്ടത് നല്ല വ്യക്തിയാണോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ പോകെ. പക്ഷെ നിലവിൽ സിജോ മറ്റെല്ലാവരും അവിടെ ചെയ്യുന്ന ഒരു കാര്യം മാത്രം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് ആ ഗെയിം വാക്കുകൊണ്ട് നമുക്ക് എന്തും ചെയ്യുക എന്നുള്ളത് ആ ഗെയിമിന്റെ റൂളിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് സംസാരിച്ചിട്ട് ഒരാളെ നേരിടാന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളത്, മറ്റൊരാളുടെ മേലിന്റെ കൈ വെക്കുക എന്നുള്ളത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ സിജോ അത്തരത്തിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ സിജോ തിരിച്ചു വരുന്നു, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു എന്നാണ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സിജോ തിരിച്ചു വരട്ടെ. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, വേണ്ട സമയത്ത് പ്രതികരിക്കാനൊക്കെ അറിയുന്നൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ബിബി ഷോയ്ക്ക് ആവശ്യം. അപ്പോൾ സിജോ തിരിച്ചു വരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സിജോ അതിൽ വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇന്നത്തോടെ ഞാൻ എൻ്റെ ബിഗ് ബോസ് ഷോ കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുന്ന വിചാരിച്ചിരുന്നൊരു ബിഗ് ബോസ് ഫാനായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയാണ്. ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ അക്രമ സ്വഭാവം പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരാവാതിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും. അത്രയും വലിയൊരു അടി നമുക്കാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളിൽ പലർക്കുമാണ് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പാരൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം വിഷമം അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക മാക്സിമം. ഇത്തവണയെങ്കിലും ബിഗ് ബോസ് ഷോ വിന്നർ ആവുന്നത് ഒരു സമൂഹത്തിലൊരു നല്ല രീതിയിൽ നല്ലൊരു പേഴ്സണാലിറ്റി കാഴ്ചവെക്കുന്ന ഒരാളായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വോട്ടൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ സജഷൻസ് തന്നെയാണ് നിങ്ങളുടെയെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഓക്കെ, ദെൻ ടാറ്റാ ബൈ, സീ യു.